അഡ്വക്കേറ്റ് ഷിബു മീരാൻ അങ്ങേക്ക് ശ്രീ VPP മുസ്തഫയ്ക്ക് മറുപടി നൽകാം. ED പേടിയിലാണോ നിങ്ങളിപ്പോൾ ഈ BJPക്ക് വഴങ്ങുന്നത് എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ പിഴവുകൾ തിരുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അത് തന്നെ തുടരാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് മാറ്റം എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായും അതിനു മുമ്പ് ഇവിടെ ജോർജ് സാർ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ തർക്കങ്ങൾക്കപ്പുറത്ത് പ്രൊഡക്റ്റീവായ ആളുകൾ കാര്യം പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പേനയായിക്കോട്ടെ, ഒരു പുസ്തകം ആയിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, അവനവന്റെ ഗതികേടിന്റെ പേരിൽ മറ്റൊരാളിൽ നിന്ന് അത് സ്വീകരിക്കേണ്ടി വരുന്നത് അതൊരു ഗവൺമെന്റിനാണ്. ഇപ്പോൾ അത്തരം മനുഷ്യരുടെ ഗതികേട്, അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമൊക്കെ തീർച്ചയായും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഞങ്ങൾ അതിനെ നിഷേധാത്മകമായി കാണുകയല്ല സർ. മുഖ്യപ്രതി ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കണ്ണും പിന്നെ ലഗാനും ഇല്ലാതെ PR നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് അങ്ങയുടെ വാദത്തോട് യോജിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തിപരമായി വീടായിക്കോട്ടെ, റേഷനായിക്കോട്ടെ, ഒരു കുപ്പായായിക്കോട്ടെ, എന്തും സ്വീകരിക്കുന്ന വ്യക്തിഗതമായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് ഇത്തരം PRകൾ വേണ്ട എന്നാവശ്യപ്പെടുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചാൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടുത്തെ പ്രശ്നം ED പിന്നെ ഷാജിയുടെ വീട്ടിലും വന്നല്ലോ. ശരിയാണ്, KM ഷാജിയുടെ വീട്ടിൽ ED മാത്രമല്ല, ക്രൈംബ്രാഞ്ച് വന്നിട്ടുണ്ട്. പിണറായിയുടെ വീടിന്റെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു നൂറുകണക്കിന് വരുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വിളിച്ചു വരുത്തി EDക്കാർ വിളിച്ചു കൊണ്ടുവന്ന ടാക്സിക്കാരന്റെ ചില്ലടിച്ച് പൊട്ടിച്ച് ആ ടാക്സിക്കാരനും പെരുവഴിയായി. പിന്നെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എത്രയോ പേർ ഇപ്പോഴും ജയിലിലാണ്. ഇതേ ED KM ഷാജിയുടെ വീടിന്റെ മുറ്റത്ത് വന്നിട്ടുണ്ട്. പിന്നെ CPMന്റെ പ്രതി മനസ്സിലാക്കിക്കോ, വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്താൻ ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയായത്. ഒരൊറ്റ കുഞ്ഞിനെ KM ഷാജി ആ വീടിന്റെ മുറ്റത്തേക്ക് വിളിച്ചു വരുത്തില്ല എന്ന് മാത്രമല്ല, അയാൾ ഒരു ചായയും കുടിച്ച് കൂളായി അവിടെ നിന്നു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി FIR ക്വാഷ് ചെയ്തു. സുപ്രീം കോടതിയിൽ പോയപ്പോ അയാൾക്കെതിരെ വാദിക്കാൻ ഒരു ഭാഗത്ത് EDയും മറുഭാഗത്ത് നിങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരും ഉണ്ടായിരുന്നു. ഇതെന്തൊരു കേസാണ് എന്ന് പറഞ്ഞ് ആ കേസ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് KM ഷാജി ഇപ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പിണറായിയുടെ മുറ്റത്ത് വന്നിരുന്ന EDയും ഷാജിയുടെ മുറ്റത്ത് വന്ന EDയും അതിന് രണ്ടിനെയും ഞങ്ങൾ നേരിട്ട രീതികളിലുള്ള വ്യത്യാസം അങ്ങേക്ക് ബോധ്യാവും എന്ന് പറഞ്ഞു വെക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാണ്. രണ്ടും തമ്മിൽ ഇത്രത്തോളം വ്യത്യാസമുണ്ട്. ഒരായുസ് നടന്നു തീർത്താലും നിങ്ങൾക്ക് ഈ ദൂരം താണ്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കോ. ഇനി ഒരു കാര്യം പറയുന്നത്, ഞാൻ ഗോവിന്ദ മാഷ് ഓഫീസിലുണ്ടായിരുന്നു. ഇങ്ങനെ എവിടെയെങ്കിലും സംഭവം ഇൻസിസ്റ്റ് ചെയ്യല്ലേ. സ്മൃതി, അത് കിട്ടിയത് വെബ്സൈറ്റിൽ നിന്നല്ലേ. എനിക്കൊരു വീട് കിട്ടി, ഇവിടെ മുറ്റത്ത് അതിനൊരു ബോർഡ് വെച്ചു, എന്റെ ഈ അൽപ്പക്കത്തുകാർ ഈ കവലക്കത്തെ 100 ആളല്ലേ അത് കാണുള്ളൂ. ഈ ഫോട്ടോ എടുത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ലോകം മുഴുവൻ അത് കാണല്ലേ. ഇന്നെടുത്ത സ്ക്രീൻഷോട്ടാണ് നമ്മൾ കണ്ടതല്ലേ. ഈ നിമിഷം ആ മനുഷ്യരുടെ മുതുകത്ത പതിച്ച ചാപ്പ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നാ മാപ്പ് പറയും നിങ്ങൾ, ചെയ്ത് തെറ്റെന്ന് പറയുക. ഇന്ന് ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറയാണ് പിന്നെ അതെന്താണ് ഇതൊക്കെ ഒറ്റപ്പെട്ട. ഇതൊന്നും നിങ്ങൾ ഈ ചാപ്പ നിങ്ങൾ കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പിന്നെന്താണ് ഇപ്പൊ എന്താ പണം ഈ MOUന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? MOU ഒപ്പിട്ടാൽ അവരുടെ പൈസ അവരിങ്ങോട്ട് തരും, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് എടുത്തു വെക്കാനില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, നിങ്ങൾക്ക് ഈ ലൈഫ് ബ്രാൻഡിലായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ലൈഫിന്റെ പേരുള്ള PR ആയിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. എത്ര ഉച്ചത്തിലാണ് നിങ്ങൾ ഈ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ പറ്റി പറയുന്നത് അല്ലേ. ഈ പെൻഷൻ ഉണ്ടല്ലോ, പെൻഷൻ അത് വാങ്ങുന്ന ഗതികേട് ഇവിടെ വേറെ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അങ്ങനെ പെൻഷൻ കിട്ടിയ ഒരു പാവത്തിനെ ആ പൈസയും കയ്യിൽ പിടിച്ച് പഴയ KPSCയുടെ നാടക കഥാപാത്രം പോലെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തി ഇത് നിങ്ങൾ എനിക്ക് തന്നതാണെന്ന് പറയിപ്പിച്ച് അതിന്റെ വീഡിയോ എടുത്ത് ഗോവിന്ദ മാഷ്ട ജാഥ ഓർമ്മയുണ്ടോ? ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോ ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവൊന്നും ഇവിടെ ആരുടെ ആത്മാഭിമാനത്തിലും ഏറ്റിട്ടില്ല എന്ന് CPM പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ പറയാ ഇന്ന് കുറച്ച് CPMകാർ കൂടി, ബാലുശ്ശേരിയിലാണ്, CPMകാർ കൂടി സ്റ്റേജിലേക്ക് കയറ്റി വിട്ടതാണെന്ന്. ഇത്ര നാണം കെട്ട PR കേന്ദ്രത്തിലിരിക്കുന്ന ബ്രാഞ്ചേട്ടൻ പോലും ചെയ്യാറില്ല എന്നാണ് അതിന് മറുപടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.